ഞങ്ങളുടെ OICC എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കമ്മ്യൂണിറ്റി സംഗമത്തിൻ്റെ ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കൊച്ചു കൊച്ചു നമ്മുടെ ബാല്യകാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വളരെ ഗൃഹാതുരത്വം അനുഭവിക്കുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ഗെയിമുകളിലൂടെയും സംസാരങ്ങളിലൂടെയും മീറ്റപ്പുകളിലൂടെയും വളരെ എന്താ പറയുക, ഈ സങ്കീർണമായ പ്രവാസ ജീവിതത്തിൻ്റെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വളരെ ചെറിയ തുടക്കത്തോടു കൂടി ഇവിടെ ഇന്ന് 50 പേര് വരെ എത്തി നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ അവർ എത്തി നിൽക്കുന്നതുകൊണ്ട് തന്നെ. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. 3 പേരെങ്കിൽ 3 പേര് നമ്മൾ കൂടിയിരിക്കും എന്നൊരു മിതമായ ഉറപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം പ്രത്യേകിച്ച് ഇത് UAE ആണ്. നമുക്കിവിടെ കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട്. ഇതെങ്ങനെ എവിടുന്ന് എന്നൊക്കെ കളക്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കളക്ട് ചെയ്ത് കൊണ്ടുവരണ്ടേ. ഒരു എന്താ പറയുക, ഒരു മേൽക്കൂര, ഒരു കുടക്കീഴിൽ എത്തിച്ചു കൊണ്ടുവരാനുള്ള കുറച്ച് റിസ്ക് തന്നെയാണ്. അപ്പോൾ ഒത്തിരി പേരുടെ എഫേർട്ട് ഇതിലുണ്ട്. അപ്പോൾ കുറച്ച് സൈഡ് അതിന് പിന്നാലെ തന്നെയാണ് നമ്മൾ അഡ്ജസ്റ്റ് മൊത്തം എല്ലാം സെറ്റാക്കി കൊണ്ടുവരണ്ടേ. ചെറുതായിട്ടാണെങ്കിലും ഇത് എവിടെയൊക്കെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിന് പിന്നാലെ നന്നായിട്ട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ഗവൺമെൻറ്റോ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഇവിടെ എത്തിക്കാനാണെങ്കിലും നമ്മൾ ആദ്യം ദുബായ് ആളുകളെ കാണാൻ പരിചയപ്പെടാൻ വന്നതാണ്. അപ്പോൾ ഇത്രയും ഒന്നും പ്രതീക്ഷിച്ചില്ല. തുടങ്ങുമ്പോൾ ചെറിയൊരു കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മോളിൽ ഇത്രയും ആളുകളെ എങ്ങനെ വിളിക്കുന്നത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്കറിയാം എൻ്റെ ചാനലിൻ്റെ പേര് ഹാരിസ് ജുസ്റ്റേ. അപ്പോൾ നമ്മൾ ഓവർസീസ് ഇന്ത്യൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്ന ഈ ഇവൻറ്റ് നമ്മൾ ഇവിടെ നടത്തും. അപ്പോൾ നമ്മൾ പലരും ഈ വാട്സപ്പ് എന്ന ദൃശ്യമാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷ എല്ലാവരും മലയാള കുട്ടികളെന്ന് ആശംസിക്കുന്നു. അങ്ങോട്ട് പോകുന്നതിനും ബുദ്ധിമുട്ട്. കാരണം കുറച്ച് പലരും ശബ്ദങ്ങളിലൂടെ പരിചിതമാണ്, ഫോട്ടോയിലൂടെ ചിലരെ പരിചിതമാണ്. അപ്പോൾ ഞാനും നൗഷു മുമ്പ് കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലൊരു ബെസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ഒരു പ്രിയപ്പെട്ട ഫുഡ് എന്ന് പറഞ്ഞാൽ നൗഷുവാണ്. ബാക്കി ഗ്രൂപ്പ് പ്രിയപ്പെട്ട ആൾക്കാരായിട്ട് മാറുന്നു. അതിലേറെ സന്തോഷമുണ്ട്. ഞാൻ മനസ്സിലാക്കിയതിൽ മുമ്പും കളിതകൾ കൂട്ടിയിട്ടുണ്ട്. പക്ഷേ മുമ്പ് കൂട്ടിയ ചിലർ ഇന്നില്ല. ചില ആൾക്കാർ ജോലിയുടെ ഭാഗമായിട്ട്, മറ്റു ചിലർ നാട്ടിലായിട്ട് പലരും നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. എങ്കിലും ഇങ്ങനെയുള്ള ഒത്തുകൂടൽ മനസ്സ് നിറയെ സന്തോഷം ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ പ്രവാസത്ത് ജോലി ഏതായാലും ഇപ്പോൾ നിങ്ങളുടെ കൂടെ കൂടാൻ പറ്റിയത് 5 വർഷം 6 വർഷം യൂട്യൂബിൽ വന്നിട്ട് ആയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ മീറ്റപ്പിൽ പങ്കെടുക്കുന്നത്. കുറേ ആളുകൾ കൽമാസോ ഇത് കൊല്ലല്ലോ കൊല്ലം 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 പിന്നെന്താ അബുദാബിയില് നാട്ടില് തൃശ്ശൂർ പാവട്ട
കണ്ടന്റ് എന്താ? കണ്ടന്റ് യൂട്യൂബിൽ ഓക്കെ ശാരിക എന്താ പരിപാടി? ഗിഫ്റ്റ് ആക്ച്വലി ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഒത്തുകൂടൽ ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കലുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് എനിക്ക് ഒരുപാട് കൊടുത്തിട്ടും ശീലമില്ല, ഒരുപാട് കിട്ടിയിട്ടും ശീലമില്ല. അതായത് യൂട്യൂബ് ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടുള്ള ഒരു ഒത്തുകൂടെ ഫസ്റ്റ് ടൈം. അപ്പോൾ ഹൃദയം കൊണ്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് മേടിച്ച ഗിഫ്റ്റാണ്. അപ്പോൾ ഇത് ചെറുപ്പം വലുപ്പം എനിക്കറിയില്ല, എന്നാലും എൻ്റെ ലോകം ഇന്നലെ തൊട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത് ന്യൂസ് ഒക്കെ ഉള്ള ഒരാൾ എനിക്ക് ഇല്ല അതിന് മാത്രം ഒന്ന് കൈയടിക്കണം, എന്തെങ്കിലും ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനൊന്നും പറ്റൂല. ഞാൻ വിചാരിച്ചേ കൊടുക്കണേയും വാങ്ങണേയും നല്ല ദിവസം ഉണ്ട് ഒരാളെ കിട്ടണേന്ന്. അതും കിട്ടി. രണ്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ. എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു ഏതാ വേണ്ടതെന്ന് വെച്ചാൽ എടുക്ക്. അതായത് ഞാൻ പറഞ്ഞു ഏതെങ്കിലും യൂസ്ഫുള്ളുള്ള സാധനം വേണം. അങ്ങനെ എനിക്ക് യൂസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യണ ഒരു സാധനം എത്രമാത്രം ഉപകാരമാവും എന്ന് എനിക്കറിയില്ല. എല്ലാം ഞങ്ങളുടെ ഗിഫ്റ്റ് തിരിച്ചു പറഞ്ഞാൽ ഞാൻ വാങ്ങിക്കൂല. ഓക്കെ. അപ്പോൾ അതന്നെ. അപ്പോൾ താങ്ക് യു മിസ്റ്റർ. ഞങ്ങളെ ഇങ്ങനെ അപ്പോൾ ഇതിൽ ഞാൻ സംസാരിക്കാം. വലിയ ഗിഫ്റ്റൊന്നുമല്ല, ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു ഗിഫ്റ്റാണ്. മതി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. നമ്മൾ ആ മീറ്റപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു ഗ്യാതറിംഗ് എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ്. എല്ലാവരെയും കാണാൻ പറ്റിയത് ഒരു സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. എൻ്റെ ഓർമ്മകളിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒന്നോ രണ്ടോ വർഷം ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ അപൂർവമായിട്ടൊരു ഗിഫ്റ്റ് ഒരുപാട് സന്തോഷം. വേറൊന്നുമില്ല പറയാൻ. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ഒരു നടക്കോ ഇല്ലേ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് പേരാണെങ്കിലും നല്ല ഹാപ്പി ആയിട്ട് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് നടത്താൻ സാധിച്ചല്ലോ. അപ്പോൾ എല്ലാവരോടും അതിന് താങ്ക്സ് പറയാം. വളരെ സന്തോഷം. ഗിഫ്റ്റ് കിട്ടിയത് ആരാ ഗിഫ്റ്റ് കിട്ടിയത്? അത് OICC OICC കേട്ടോ. അപ്പോൾ നല്ലൊരു വർഷമാകട്ടെ, എല്ലാവർക്കും നല്ല വർഷം. സാധാരണ എപ്പോഴും എല്ലാ ഗിഫ്റ്റും ഞാൻ ലാസ്റ്റാണ് വാങ്ങിക്കുന്നത്. ഓൾമോസ്റ്റ് ലാസ്റ്റാണ്. പക്ഷേ ഒരിക്കലും അങ്ങനെ അധികം അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ച ആ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക. കഴിഞ്ഞാൽ ഇല്ലല്ലേ ഇനി ആളുണ്ട്. മല്ലു യാത്ര. ആണോ? എന്റെ ഗിഫ്റ്റാ. എന്റെ ഗിഫ്റ്റ് തന്നിരുന്നില്ല. എത്ര യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് അറിയത്തില്ല. പക്ഷേ ചേട്ടൻ്റെ വൈഫിന് യൂസ്ഫുൾ ആയിരിക്കും. ജീവിതത്തിൽ ഇങ്ങനൊരു പരിപാടി പങ്കെടുക്കുന്നത് ആദ്യമാണ്, സമ്മാനം കിട്ടുന്നത് ആദ്യമാണ്. ഒരുപാട് സന്തോഷം. ചെറുതാണെങ്കിലും താങ്കൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒരുപാട് സന്തോഷം. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരാൾ ഗിഫ്റ്റ് തരുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയതും നിങ്ങളൊക്കെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഞാൻ സംസാരിക്കുന്നുണ്ട്. ജെൻസി ഇത് വാങ്ങാനുള്ള ഭാഗ്യവതി ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഗിഫ്റ്റൊന്നുമല്ല, പക്ഷെ ആർക്ക് അങ്ങനെയല്ല നമ്മൾ എല്ലാ ബോയ്സ് ആൻഡ് ജെൻസ് ഒന്നിച്ചിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ആരാണ് വാങ്ങുകയെന്ന് ബോയ്സ് ജെൻസ് ബോയ്സ് ഗേൾസ് ഒന്നിച്ചുള്ളതായതുകൊണ്ട് ഞാൻ കാര്യം പറയട്ടെ സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ട് 7 മണിയാണ്. അപ്പോൾ ആർക്കായാലും ഉപകാരപ്പെടുന്ന രീതിയിൽ വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ ഒരുപാട് അത് അവരാ പറയണ്ടേ.
എൻ്റെ പേര് നൗഷാദ് എന്നാണ്. ഹൈസ് മീഡിയ എന്നാണ് ചാനലിൻ്റെ ഗ്രൂപ്പിൽ ആദ്യമായിട്ടാണ്. പക്ഷേ ഭൂമിയിൽ സബ് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക. My name is Ansar Bonsai. ഞങ്ങളുടെ OICC എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു കമ്മ്യൂണിറ്റി സംഗമത്തിൻ്റെ ഒരു മനോഹരമായ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം കൊച്ചു കൊച്ചു നമ്മുടെ ബാല്യകാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന വളരെ ഗൃഹാതുരത്വം അനുഭവിക്കുന്ന രീതിയിലുള്ള കൊച്ചു കൊച്ചു ഗെയിമുകളിലൂടെയും സംസാരങ്ങളിലൂടെയും മീറ്റപ്പുകളിലൂടെയും വളരെ എന്താ പറയുക ഈ സങ്കീർണമായ പ്രവാസ ജീവിതത്തിൻ്റെ സമയപരിമിതിയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ വളരെ കൊച്ചു കൊച്ചു നേരം പോക്കുകൾ അല്ലെങ്കിൽ ഒരു മാനസികമായിട്ടുള്ള ഒരു ആശ്വാസം കണ്ടെത്തുന്നതിന് വളരെ രസകരമായ രീതിയിൽ ഞങ്ങൾക്ക് സാധിക്കുന്ന ഒരു വേദി തന്നെയാണ് ഇത്. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിലൊക്കെ വളരെ സജീവമായ രീതിയിൽ പങ്കുകൊള്ളുക. ഇതുപോലെയുള്ള മീറ്റപ്പുകളിലൂടെ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങളെ നിങ്ങൾ നിരാകരിക്കുക, ആ ജീവിതം ആസ്വദിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും സോളോ ട്രിപ്പിൻ്റെ ഈ ചാനൽ വളരെയധികം സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വെട്ടിത്തുറന്ന് ഇവൻ്റെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയണം. കൊള്ളില്ലടാ അല്ലെങ്കിൽ സൂപ്പറടാ എന്നൊക്കെ നിങ്ങൾ ഒരു മടിയും കൂടാതെ പറയണം. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഒരു കൊച്ചു ചാനൽ മല്ലൂസ് യാത്ര എന്ന് പറയുന്ന ഒരു ചെറിയ ചാനലുണ്ട്. വലിയ നിലവാരമൊന്നും ഇല്ലെങ്കിലും എന്നോടുള്ളൊരു ദയ കാരണം നിങ്ങളത് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് ഇടയിലൂടെ കയറ്റി വിട്ടേക്ക്. ഓക്കെ, അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ ശാരിക നിങ്ങളോട് 5-6 വാക്കുകൾ പറയും. അയ്യോ എന്താ പറയണ്ടേ, ഈ OICCയെ കുറിച്ച്, ഈ മീറ്റപ്പിനെ കുറിച്ച്, നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു ഇൻട്രോ പറഞ്ഞു. എന്നെ രക്ഷിക്കൂ. എൻ്റെ പേര് ശാരിക. ചാനൽ നെയിം ഇറ്റ്സ് നോളജ് ടൈം ബൈ ശാരിക. അപ്പോൾ ഇത് OICCയുടെ ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആയിരുന്നു. നല്ല പരിപാടിയായിരുന്നു. കുറച്ച് പേരേ ഉള്ളെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ഫുഡൊക്കെ എല്ലാവരും കൊണ്ടുവന്നു. പിന്നെ അതുപോലെ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സമയം ഉള്ളെങ്കിലും നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് എല്ലാവരെയും കാണാൻ പറ്റിയതിലും എല്ലാം വളരെയധികം സന്തോഷം. ഇനിയും ഇതുപോലെയുള്ള ഗ്യാതറിങ്സ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഹാപ്പി ക്രിസ്മസ്. അടുത്തതായി ഏത് ചാനലാണ് ആരാണ് എന്നറിയാത്ത നമ്മുടെ സ്വന്തം ചങ്കിന് കൊടുക്കുന്നു. എൻ്റെ ചാനലിൻ്റെ പേര് ഐനിഷ് കിച്ചൻ. പേര് ഐനിഷ്. എന്താണ് പറയാനുള്ളത്? ഇതിനെ കുറിച്ച് ഒരു 2 വാക്ക്. OICCയുടെ ഇത് 2ാമത്തെ മീറ്റപ്പാണ്. ആക്ച്വലി 3ാമത്തെ മീറ്റപ്പാണ്. 2ാമത്തെ മീറ്റപ്പിൽ ഞാൻ വന്നിട്ടില്ല. ഇത് 3rd മീറ്റപ്പാണ്. നല്ല അടിപൊളി ഗെയിംസ്. 2ാമത്തെ മീറ്റപ്പ് അഡ്മിന്മാർ മാത്രം ഒരു വട്ടമേശ സമ്മേളനം പിരിഞ്ഞു. അത് ശരിയാണ്. അപ്പോൾ അതാണ് ഇത് എനിക്ക് വേണ്ടിയുള്ള 2ാമത്തെ മീറ്റപ്പാണ്. നല്ല ഫുഡ്, ഗെയിംസ്, എൻ്റർടൈൻമെൻ്റ് ഒക്കെ ആയിട്ട് നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത്. അപ്പം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അടുത്തതായി എന്നെ അസിസ്റ്റന്റ് ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ് മിസ്റ്റർ സോളോ. നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ മാഹിയിലെ സ്വന്തം സൈനപ്പാട്. സംസാരിക്കൂ. ചാനൽ നെയിം സ്റ്റാർ സ്റ്റുഡിയോ. ഞാൻ മാഹിയിലാണ്. തലശ്ശേരി എൻ്റെ വീട്. ചാനൽ തുടങ്ങിയിട്ട് ഒരു 5-6 വർഷമായി. ഞാൻ ആദ്യമായിട്ടാണ് യൂട്യൂബിൻ്റെ OICCൻ്റെ പരിപാടി പങ്കെടുക്കുന്നത്. ഫസ്റ്റ് ടൈം അവരെല്ലാം കാണുന്നത്. ഹലോ ഗൈസ്, എൻ്റെ പേര് ഷെറിൻ. എൻ്റെ ചാനലിൻ്റെ പേര് ഷെറീസ് വേൾഡ് ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. കുക്കിങ്ങും കുറച്ച് വ്ളോഗ്സൊക്കെ ആയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ ഞങ്ങളിവിടെ OICC പറഞ്ഞിട്ട് UAE ബേസ്ഡ് കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്. ഞങ്ങളുടെ ഒരു മീറ്റപ്പാണ്. ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെ കുറച്ച് ഗിഫ്റ്റ്സൊക്കെ ഞങ്ങൾ കൈമാറി. അപ്പോൾ സോളോന് മുന്നേ ഞങ്ങൾ മീറ്റപ്പിൽ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. കുറേ ഗെയിംസൊക്കെ കളിക്കാൻ പറ്റി. പതിഞ്ഞില്ലേ? അപ്പോൾ എല്ലാവരും ഹാപ്പിയായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ മീറ്റപ്സ് ഉണ്ടാവട്ടെ. അപ്പോൾ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ. ഹായ്, എൻ്റെ പേര് ജംഷിദ്. എൻ്റെ ചാനലിൻ്റെ പേര് അറൗണ്ട് ജംഷിദ്. മെയിനായിട്ട് എൻ്റെ ചാനലിൽ റിവ്യൂസാണ്. മെയിൻലി സിനിമ റിവ്യൂ, ബുക്ക് റിവ്യൂ, പൊളിറ്റിക്കൽ ഒപ്പീനിയൻസ്, എലക്ഷൻ പ്രഡിക്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ ചാനലുള്ളത്. അപ്പോൾ ഞങ്ങളിവിടെ UAE ഉള്ള ഒരു മീറ്റപ്പ്, OICC മീറ്റപ്പ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വളരെ ഊഷ്മളമായിട്ടുള്ളൊരു ആഘോഷം തന്നെ ഇവിടെ നടന്നു. ന്യൂ ഇയർ ആൻഡ് ക്രിസ്മസ് ആഘോഷങ്ങൾ. അപ്പോൾ ഒരുപാട് സന്തോഷം ഈ ഒരു ആഘോഷത്തിൽ പങ്കെടുത്തതിന്. താങ്ക് യു.